ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ പേളിമാണി ചേച്ചി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സവാള എടുക്കാം. എന്നിട്ട് കുനുകുനാന്ന് ചടപടയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ദാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയാണ്. അപ്പോൾ തക്കാളിയും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. വളരെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി വലിയ പീസ് വേണ്ട, വളരെ കുനുകുനാന്ന് തന്നെ അതും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ പേളി ചേച്ചി കാണിക്കുമ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ 2 പച്ചമുളക് എടുത്ത് അതും ചെറുതാക്കി അരിഞ്ഞു. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അതുപോലെ പച്ചമുളകും ഒരു ബൗളിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി, ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് പതപ്പിച്ചെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. നിങ്ങൾ വെറുതെ പാലിന് പകരം വെള്ളം ഒഴിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മളതവിടെ നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ നിർത്താനായിട്ട് പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ രീതിയിലുള്ള ഒരു മുട്ടയുടെ ടേസ്റ്റ് അല്ല ഈ ഒരു സംഭവത്തിന്. കുത്തിപ്പൊരിച്ചെടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില അരിഞ്ഞതാണ്. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ചേർക്കുന്ന എല്ലാ സംഭവങ്ങളും, അത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, അതെല്ലാം അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്, ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ആ ഒരു മസാല മുഴുവനായിട്ട് ആ പാനിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, മുട്ടയും പാലും ചേർത്തിട്ടുള്ള മിക്സ് ഈ മസാലയുടെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം, മൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ആ സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടു. എന്നിട്ട് വീണ്ടും മൂടി അടച്ചു വെച്ചിട്ട് അത് നല്ലതുപോലെ കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തീ കൂട്ടിയൊന്നും വെക്കരുത്, അപ്പോൾ അടിയിലത്തെ മസാലയൊക്കെ കരിഞ്ഞ് പോവും. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ നമ്മുടെ മുട്ട ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. കാണാനും നല്ല കിടുക്കാച്ചി ലുക്കാണ് കേട്ടോ. നല്ല ഒരു സെലിബ്രിറ്റി ലുക്ക് തന്നെയാണ് ഈ ഒരു മുട്ടയ്ക്ക്. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന എഗ് ഓംലേറ്റിൻ്റെ ഒന്നും പോലെയല്ല, സംഭവം നല്ല വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ പേളിച്ചേച്ചി പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയാണ് സംഭവം, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ. പേളിച്ചേച്ചി ഇട്ട സമയത്ത് ചിലപ്പോൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.